ദൈവത്തിന് മഹത്വം. ഏവർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹ വന്ദനം. 1 കൊരിന്ത്യ ലേഖനം 4:16-17 വാക്യങ്ങൾ, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, കർത്താവ് വസിക്കേണ്ടുന്നതായ മന്ദിരം അത് വിശുദ്ധമല്ല എങ്കിൽ ദൈവം നശിപ്പിക്കും എന്നാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. നാം പഴയ നിയമത്തിലെ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ, എരിഹോ പട്ടണം ഏറ്റവും ഉയരവും വീതിയും നീളവുമുള്ള മതിലുകളാൽ അത് വളരെ സംരക്ഷിതമായിരുന്നു, സുരക്ഷിതമായിരുന്നു. ഇസ്രായേൽ മക്കൾ കനാനിൽ പ്രവേശിച്ചിട്ട് ആദ്യമായി പിടിച്ചടക്കിയ അതിനകത്തുള്ള മനുഷ്യരെയും മൃഗങ്ങളെയും ഒക്കെ വാളിന്റെ വായ്ത്തലയാൽ അശേഷം സംഹരിച്ചു കളയുവാനായിട്ട് ഇടയായി തീർന്നു. അത് യഹോവയായ ദൈവം അവരോട് കൽപ്പിച്ചിരുന്നു. ഈ പട്ടണം യഹോവയാൽ ശപിക്കപ്പെടുകയും അപ്രകാരം ഈ പട്ടണം പണിയുവാൻ ആരംഭിച്ച ഹിയേലിന്റെ മൂത്ത മകൻ അബീറാം അടിസ്ഥാനം ഇട്ടപ്പോഴും ഇളയ മകൻ ശഹൂബ് പടിവാതിൽ വച്ചപ്പോഴും യഹോവയുടെ ശാപപ്രകാരം മരണപ്പെടുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അത് 1 രാജാക്കന്മാരുടെ പുസ്തകം 16:34 വിശദമായി മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എലീശ പ്രവാചകന്റെ കാലത്ത് ഈ പട്ടണം മനോഹരമായിരുന്നെങ്കിലും വെള്ളം ചീത്തയായിരുന്നു, ദേശം ഗർഭനാശകവും ആയിരുന്നു. പ്രവാചകനായ എലീശയുടെ അടുക്കൽ ജനം ഗത്യന്തരമില്ലാതെ ചെന്നു. താൻ ഒരു പുതിയ തളിക കൊണ്ടുവരുവാനും അതിൽ ഉപ്പ് ഇട്ട് ആ വെള്ളത്തിൽ ഉപ്പിട്ടപ്പോൾ അത് പഥ്യമായി തീരുന്ന അനുഭവങ്ങളാണ് 2 രാജാക്കന്മാരുടെ പുസ്തകം 2:19-22 വരെയുള്ള ഭാഗങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് കഴിയും. മാറായിലെ വെള്ളം കുടിക്കുവാൻ ജനം ചെന്നപ്പോൾ അത് കയ്പായിരുന്നു. എന്നാൽ യഹോവയായ ദൈവം കാണിച്ചു കൊടുത്ത വൃക്ഷത്തിന്റെ കൊമ്പ് വെട്ടിയിട്ടപ്പോൾ അത് മധുരമായി മാറുവാനായിട്ടും ഇടയായി തീർന്ന അതേ കാര്യം ആണ് എലീശയുടെ സമയത്തും ഇവിടെയും നടന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നതായ യാഥാർത്ഥ്യം, പട്ടണമാകട്ടെ ദൈവത്തിന്റെ ജനമാകട്ടെ, അവിടെ ദൈവത്തിന് വസിക്കുവാനായിട്ട് ഇടമില്ല എങ്കിൽ ഇതേപോലുള്ളതാകുന്ന ശാപം പലപ്പോഴും ഏറ്റുവാങ്ങേണ്ടതായിട്ട് വരും. അഥവാ നമ്മളിലാണ് കർത്താവ് വസിക്കേണ്ടുന്നത്. നാമാണ് ആ ഉപ്പ് പരലുകൾ. പരിശുദ്ധാത്മാവാകുന്ന ആ ഉപ്പ് നമ്മളിൽ നിന്ന് നഷ്ടപ്പെടാതിരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഇന്ന് ദൈവം അനുഗ്രഹിച്ചിട്ട് വളരെ സമ്പൽ സമൃദ്ധമായ ഭവനവും കാറും അതേപോലെ ഉന്നതമായ ജോലിയും ഇതെല്ലാം ദൈവം മനുഷ്യർക്ക് കൊടുത്തിട്ടുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ ദൈവം കൊടുത്തിട്ടുണ്ട്. എന്നാൽ എത്ര പേർ ദൈവത്തെ ആരാധിക്കുന്നതായ കാര്യത്തിൽ ഉത്സാഹം കാണിക്കുന്നുണ്ട്? ഈ മക്കളെ തീറ്റിപ്പോറ്റുന്നു, അവർക്ക് വേണ്ടുന്ന വിദ്യാഭ്യാസം മുഴുവൻ കൊടുക്കുന്നു. അവസാനം സംഭവിക്കുന്നത് ഈ മക്കളിൽ പലരും വഴിപിഴച്ചു പോകുന്നു. ഇവർ വാർദ്ധക്യമാകുമ്പോൾ ഇവരെ തിരിഞ്ഞു നോക്കുന്നില്ല. 5-6 മക്കളുള്ള മാതാപിതാക്കളെ അനാഥാലയത്തിൽ കൊണ്ടുചെന്ന് കിടത്തുന്നതാകുന്ന അനുഭവങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ വന്ന് ഏറ്റെടുക്കുന്നതായ അനുഭവങ്ങൾ, ഇതെല്ലാം നമ്മൾ ദൈനംദിനം കാണുന്ന യാഥാർത്ഥ്യമാണ്. എന്താണ് ഇതിനൊക്കെ കാരണം? ചില ശാപം. ദൈവത്തെ ആരാധിക്കേണ്ടുന്നതായ സന്ദർഭത്തിൽ ദൈവത്തെ ആരാധിച്ചില്ല, മക്കളെ വളർത്തേണ്ടുന്നത് പോലെ വളർത്തിയില്ല, ദൈവഭയം അവർക്ക് കൊടുത്തില്ല, അവരെ ആരാധനയിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിച്ചില്ല. ഇന്ന് നാം നോക്കുമ്പോൾ ഇവിടെ ആ എലീശയുടെ കാലത്ത് അവിടെയുള്ള ജലാശയങ്ങൾ മുഴുവനും ഗർഭനാശകവും വിഷം കലർന്നതുമായെങ്കിൽ ഇന്നത്തെ അവസ്ഥ നോക്ക്. ഇത്രയും ഭീകരമായ നമ്മുടെ കടൽ ഇന്ന് വിഷം കൊണ്ട് നിറയുകയാണ്. കപ്പലുകൾ അടിക്കടി മുങ്ങുന്നു, കത്തുന്നു.
അതിലെ മാരകമായ വിഷം നിറഞ്ഞ ആ അനുഭവങ്ങളെല്ലാം കടലിൽ കലരുന്നു. മനുഷ്യന് ആ മത്സ്യം ഉപയോഗിക്കുവാൻ കഴിയുന്നില്ല, അതൊക്കെ ചത്തുനാറുന്നു. ഇതെല്ലാം ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം മനുഷ്യൻ ജീവനുള്ള ദൈവത്തെ അവൻ ആരാധിക്കേണ്ടതുപോലെ അവൻ ആരാധിക്കണം. അത് പട്ടണമാകട്ടെ, രാജ്യങ്ങളാകട്ടെ, വ്യക്തികളാകട്ടെ. ആത്മീക ജീവൻ നഷ്ടപ്പെട്ടു പോയാൽ ഇതാണ് എരിഹോ പട്ടണത്തിന്റെ അനുഭവമാണ് മാനവകുലത്തിനും സംഭവിക്കുന്നതും അനേക പട്ടണങ്ങൾക്ക് സംഭവിക്കുന്നതും രാജ്യങ്ങൾക്ക് സംഭവിക്കുന്നതും. അനേക ഇടങ്ങളിൽ യുദ്ധമാണ്. ആയിരങ്ങൾ, പതിനായിരങ്ങള് ഇന്ന് കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളെല്ലാം നമ്മൾ കാണുകയാണ്. ജനം അന്യദൈവത്തെ വിട്ട് ജീവിക്കുന്ന രക്ഷകനായ സത്യദൈവത്തിങ്കലേക്ക്, ഇസ്രായേലിനോട് പറ്റിയത്, എരിഹോവിൽ പറ്റിയത്, അവർ അന്യദൈവങ്ങളിലേക്ക് പോയപ്പോഴാണ് ഈ ശാപങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നത്. മനുഷ്യന്റെ സൃഷ്ടാവും അതേ രക്ഷകനുമായ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യമായ ആ രക്ഷ യേശു ക്രിസ്തുവിലൂടെ കരസ്ഥമാക്കിക്കൊണ്ട് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾക്ക് എന്നും സംരക്ഷണവും ഉദ്ധാരണവുമുണ്ട്. ആ ദൈവകരങ്ങളിൽ നമ്മെ തന്നെ നമുക്ക് ഏൽപ്പിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. എന്നെ നടത്തുന്നവൻ, കൂടെയുള്ളവൻ, എന്നെ നടത്തുന്നവൻ, എന്നെന്നും കൂടെയുള്ളവൻ. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാചരമാകും. തളരാതെ നിന്നാൽ, പതറാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല. നാം ലജ്ജിച്ചു